മലബാറിന്റെ തെയ്യപ്പെരുമയുടെ ഭാഗമാണ് കർക്കിടക തെയ്യവും. പട്ടിണിയും പരിവട്ടവുമായി കൂടേണ്ടി വരുന്ന കർക്കിടക മഴക്കാലത്തിന്റെ വറുതിബോധത്തെ നീക്കം ചെയ്ത് ഓണത്തിന്റെ വെട്ടത്തിലേക്ക് കർക്കിടക തെയ്യങ്ങൾ മനുഷ്യനെ നയിക്കുന്നുവെന്ന് വിശ്വാസം. വീടുകൾ തോറും കയറി ആദിയും വ്യാധിയും മാറ്റിയാണ് തെയ്യത്തിന്റെ ദേശസഞ്ചാരം. ആടി, വേടൻ, ഗളിഞ്ചൻ തെയ്യങ്ങളാണ് കർക്കിടകം 1 മുതൽ 31 വരെ വീടുകൾ സന്ദർശിക്കുന്നത്. ആടിത്തെയ്യം പാർവതിയായും, വേടൻ ശിവനായും, ഗളിഞ്ചൻ അർജുനനായും വീടുകളിലെത്തുന്നു. ആടിത്തെയ്യം വണ്ണാൻ സമുദായവും, വേടൻ തെയ്യം മലയ സമുദായവും, ഗളിഞ്ചൻ കോലം നൽക്കത്തായ സമുദായക്കാരുമാണ് അണിയുന്നത്. ഇവയെല്ലാം ചെണ്ടയ്ക്കൊപ്പം കയ്യിലുള്ള മണിയുടെ താളത്തിൽ ഉറഞ്ഞുതുള്ളും. തെയ്യം ആടിയൊഴിയുന്നതോടെ ഭയവും രോഗങ്ങളും അകന്ന് വീട്ടിൽ ഐശ്വര്യം വന്നുവെന്ന് വിശ്വാസം. തെയ്യം ആടിക്കഴിഞ്ഞാൽ വീടുകളിലെ മുതിർന്ന സ്ത്രീകൾ തളികയിൽ ഭസ്മം കലക്കിയ വെള്ളവും കത്തിച്ച തിരിയുമായി മുറ്റത്തെത്തും. തളികയും തിരിയും വടക്കോട്ട് 3 തവണ ഒഴിഞ്ഞ് മുറ്റത്തൊഴിക്കും. തെയ്യക്കാർക്ക് ദക്ഷിണയും ഭക്ഷ്യസാധനങ്ങളും കൊടുക്കും. പണ്ട് വീടുകളിൽ നിന്ന് നെല്ല് കൊടുത്തിരുന്നു. കൃഷി കുറഞ്ഞതോടെ ആ പതിവില്ലാതായി. കർക്കിടക തെയ്യങ്ങൾ സാധാരണ കെട്ടിവരുന്നത് പ്രായം കുറഞ്ഞ കുട്ടികളാണ്. ഇത്തവണ കാസർഗോഡ് ഭാഗത്ത് ഗളിഞ്ചൻ വേഷമിട്ട് മടിക്കയിലും പരിസരങ്ങളിലും എത്തിയത് മംഗളൂരു പുത്തൂരിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥി 20കാരൻ ദുർഗപ്രസാദാണ്. വേഷം കെട്ടിയാടാൻ പ്രായം കുറഞ്ഞവരെ കിട്ടുന്നില്ലെന്ന പരാതിയുമുണ്ട്. സീ മലയാളം ന്യൂസ്, കണ്ണൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.